യങ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആരല്ലാത്തത് അല്ലേ? എല്ലാവരും അതുപോലെ എപ്പോഴും യങ് ആയിട്ടിരിക്കാൻ വിചാരിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, ഒറ്റ ഒരു എക്സസൈസിലൂടെ തന്നെ നമ്മുടെ ഫുൾ ബോഡിക്ക് ഒരു സ്ട്രെങ്ത് ആൻഡ് ഹെൽത്തി ആക്കി വെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ മടിക്കണേ? അപ്പോൾ വേഗം തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അപ്പോൾ നിങ്ങൾ റെഡി അല്ലേ? വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു യോഗാസന ആയിട്ടാണ്. സർവാംഗാസനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യോഗ അറിയുന്ന ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടാവും. സർവാംഗാസനം എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് ആസനാസ് ആണ്. അതായത് നമ്മൾ ചില യോഗ ആസനാസ് ഒക്കെ ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ ബെനിഫിറ്റ്സ് ആണെങ്കിൽ നമ്മൾ ഹോൾ ബോഡിക്ക് ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഒരു സർവാംഗാസനം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗിനേഴ്സിന് മേ ബി അത് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മളൊരു റെഗുലർ പ്രാക്ടീസിൻ്റെ ബേസിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. ഇത് ചെയ്യുന്നത് വഴി നമുക്ക് എന്താ പറയുക, എപ്പോഴും സ്റ്റിൽ ഒരു ബോഡിക്ക് ഒരു യൂത്ത്നെസ് കൊണ്ടുവരാനും അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ശരിക്കും മതിയാവില്ല. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സും അതുപോലെ തന്നെ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം അത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഒപ്പം തന്നെ പിന്നീട് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ വിതൗട്ട് എനി ഫർദർ ഡ്യൂ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. നമ്മൾ എപ്പോഴും ഏതൊരു യോഗാസന ട്രൈ ചെയ്യുകയാണെങ്കിലും ഒരു യോഗ മാറ്റിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലോത്തിൻ്റെ ഒക്കെ ഒരു ഹെൽപ്പോട് വേണം ചെയ്യാൻ. ഡയറക്റ്റ് തറയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യരുത് കേട്ടോ. സോ നമ്മൾ യോഗ മാറ്റിൽ കുറച്ച് നേരം ഡയറക്റ്റ് നമ്മൾ റിലാക്സ് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ട് കാലിനെയും ഹീൽസ് ഉണ്ടല്ലോ, നമ്മൾ ബട്ടക്സിന് നന്നായിട്ട് ചേർത്ത് വെച്ചിട്ട് ഒരു ഡീപ്പ് ഇൻഹേലേഷൻ കഴിഞ്ഞതിന് ശേഷം ലോവർ പാർട്ട് ഓഫ് ദ ബോഡി നമ്മൾ മാക്സിമം അപ്വേർഡ് ഡയറക്ഷനിലേക്ക് പൊക്കുകയാണ്. നമ്മുടെ എൽബോൻ്റെ സപ്പോർട്ടോട് കൂടിയാണ് ചെയ്യണത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഈ ഒരു വെർട്ടിക്കൽ അല്ലെങ്കിൽ 90 പൊസിഷനിൽ കാല് അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയെന്ന് വരില്ല. സോ അത് നമ്മുടെ ഓരോരുത്തരുടെയും ബൈ പ്രാക്ടീസ് അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നോർമലി ആ ഒരു ബാക്ക് ടു പൊസിഷൻ എന്ന് പറഞ്ഞ പോലെ ആ ഒരു പൊസിഷൻ അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെക്കുക. ദെൻ നമ്മൾ ഈ ഒരു പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എക്സ്ഹെയിൽ ചെയ്യണം കേട്ടോ. ഇൻഹെയിൽ ചെയ്തിട്ടാണ് നമ്മൾ കാല് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നത്. ദെൻ എക്സ്ഹെയിൽ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പിന്നീട് കുറച്ച് നേരം അവിടെ നിന്ന് ബ്രീത്തിങ് അങ്ങനെ ചെയ്തതിന് ശേഷം ഈ പറയുന്ന കാല് നമ്മളെ ചെസ്റ്റിൻ്റെ അവിടേക്ക് കൊണ്ടുവന്നിട്ട് തിരിച്ച് ബാക്ക് ടു നോർമൽ പൊസിഷനാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ശരിക്കും ഒരു ചെയ്യാനുള്ള ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് 20 സെക്കൻഡ് മുതൽ 5 മിനിറ്റ്സ് വരെയാണ് ഇത് മാക്സിമം നമ്മൾ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഇത് റിപ്പീറ്റേഷനായിട്ടും ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒറ്റയടിക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ കറക്റ്റ് നമ്മുടെ കാല് 90 ഡിഗ്രിയിൽ വന്നു എന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറേശ്ശെ ചെയ്യുക. പെട്ടെന്ന് തന്നെ ചെയ്യുമ്പോൾ നമ്മുടെ നെക്കിനും അതുപോലെ തന്നെ ഈ പറയുന്ന ജോയിൻസിനും ഷോൾഡറിനൊക്കെ പ്രശ്നം വരും. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന പോലെ കുറച്ചിങ്ങനെ ആംഗിളായിട്ട് വന്നാൽ കൂടെ പ്രശ്നമില്ല. നമ്മൾ കുറേശ്ശെ നമ്മുടെ എൽബോന് നമ്മുടെ ലോവർ പാർട്ട് ഓഫ് ദ ബോഡി മൊത്തം ഹോൾഡ് ചെയ്യാനുള്ള പവർ ഉണ്ടെന്ന് തോന്നിയതിന് ശേഷം ഇത് മാറ്റി അല്ലെങ്കിൽ ഈ 90 ഡിഗ്രി അല്ലെങ്കിൽ വെർട്ടിക്കൽ ഇതിലേക്ക് വന്നാൽ മതി. അപ്പോൾ ഈ പൊസിഷനിൽ വന്നതിന് ശേഷം നമ്മൾ ബ്രീത്തിങ് കുറച്ച് നേരം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ ആണ് നമ്മൾ ബാക്ക് ടു നോർമൽ പൊസിഷൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കാലിൻ്റെ എന്താ പറയുക, കാൽപാദം ഒക്കെ നമ്മൾ ശരിക്കും ഡയറക്റ്റ് ടു സ്കൈ എന്നാണ് പറയുക. അങ്ങനെയാണ് പിടിക്കേണ്ടത്. അപ്പോൾ ഇത് ബിഗിനേഴ്സ് ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല എന്ന് വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചു തന്നെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വന്നതിന് ശേഷം കുറേശ്ശെ കാല് ഇത് കണ്ടോ നീക്കിയിട്ട് നമുക്ക് മാക്സിമം എത്രയാണോ 90-ലാണോ പറ്റണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുവന്നാലും മതി. മാക്സിമം നമ്മൾ ത്രോട്ട് നെക്കിനൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുക, ബ്രീത്തിങ് ചെയ്യുക, എന്നിട്ടാണ് ബാക്ക് ടു നോർമൽ പൊസിഷൻ വരേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സർവാംഗാസനം ചെയ്യണത് വഴി നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടുല്ലോ, അതായത് നമ്മൾ ശരിക്കും തല കുത്തനെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഫുൾ ബോഡി എന്ന് പറയുന്നത് തല കുത്തനെ നിൽക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാവുന്ന ഒരു കാര്യമാണ് ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കൂടും. പിന്നീട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഹൈ BP അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാതിരിക്കുക. കാരണം ബ്ലഡ് സർക്കുലേഷൻ സഡൻ ആയിട്ട് കൂടുമ്പോൾ ഹൈ BP ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ ആകുമ്പോൾ ഇഷ്യൂസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ മാക്സിമം ഇത് അവോയ്ഡ് ചെയ്യുക. അല്ലാത്ത ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ടോട്ടലി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഈ ഒരു ആസന നമുക്ക് ഹെൽപ്പ് ചെയ്യണതാണ്. പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാലുകളാണെങ്കിലും അതുപോലെ തന്നെ ഫുൾ ബോഡി ആണെങ്കിലും നന്നായിട്ട് ടോൺ ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു ആസനാസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല പ്രോപ്പറായിട്ടുള്ള ഒരു ഡൈജഷൻ കീപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു ആസനാസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ നിൽക്കുന്നത് ഇങ്ങനെ ആ ഒരു ഇതിലാകുമ്പോൾ മൊത്തം ബോഡിയിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയാണ്. അതുപോലെ തന്നെ നമ്മൾ മൊത്തം ബോഡിയിലുള്ള ഓർഗൻസ് എല്ലാം തന്നെ ഭയങ്കര എന്താ പറയുക ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ടുള്ളത് തൈറോയിഡാണ്. കാരണം നമ്മളിങ്ങനെ
ഭയങ്കരമായിട്ട് കഴുത്തിൻ്റെ അവിടേക്ക് ഫോഴ്സ് വരുന്നുണ്ടല്ലോ. സോ ഈ ഒരു ഭാഗത്തേക്ക് ഭയങ്കര ഒരു സ്ട്രെച്ചിങ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന വഴി നമ്മുടെ ഇവിടുത്തെ തൈറോയിഡ് ഗ്ലാൻഡ്, തൈറോയിഡ് ഗ്ലാൻഡ്സ് ഒക്കെ നല്ല ഹെൽത്തി ആക്കിയിട്ട് വെക്കാനും അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ തൈറോയിഡ് ഇഷ്യൂസ് ഉള്ള ആൾക്കാരൊക്കെ ഈ ഒരു സർവാംഗാസന കുറച്ച് നാൾ അടുപ്പിച്ച് ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇഷ്യൂസ് ഒക്കെ മാറും കേട്ടോ. അതുപോലെ തന്നെ തൈറോയിഡ് ഗ്ലാൻഡ് നല്ല ഹെൽത്തി ആയിട്ട് വെക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അതുവഴി ഉണ്ടാകുന്ന ഹെയർ ലോസ് ഉള്ളവർ, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഈ കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടല്ലോ തൈറോയിഡ് വരുമ്പോൾ, അപ്പോൾ അതൊക്കെ ഓട്ടോമാറ്റിക്കലി ഇത് റിഡ്യൂസ് ആവുന്നത് വഴി അതും കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലാറ്റ് ബെല്ലി കിട്ടാനായിട്ട് പറ്റും. കാരണം നമ്മൾ മൊത്തം ബോഡി ഇമാതിരി ഇൻവേർട്ടഡ് ആയിട്ട് വെക്കുമ്പോൾ അത്യാവശ്യം നേരം നമ്മൾ എന്താ പറയുക ബ്രീത്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ഇൻഹേൽ എക്സേലൊക്കെ ചെയ്യുന്നത്. സോ നമുക്ക് നല്ല രീതിയിൽ സ്ട്രെച്ചിങ് വരുന്നുണ്ട്. മെയിനായിട്ട് സ്ട്രെച്ചിങ് വരുന്നത് ഈ പറഞ്ഞ പോലെ നമ്മുടെ കാലിനും അതുപോലെ തന്നെ നമ്മുടെ ഈ ബെല്ലി ഭാഗത്തേക്കൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് ബെല്ലി അല്ലെങ്കിൽ ഈ പറയുന്ന കൊടവയറ് ഒക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ബോഡി വെയിറ്റ് ലോസ് ചെയ്യാൻ അല്ലെങ്കിൽ ബോഡി വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആസനാസാണ് ഈ പറയുന്ന സർവാംഗാസന. തന്നെ ഈ ഒരു ആസനാസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി ഇപ്പോൾ ചിലർക്ക് സൈറ്റിന് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. സോ നമ്മളിങ്ങനെ ഈ ഒരു ആസനാസ് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ഐസിൻ്റെ ഭാഗത്തേക്കൊക്കെ വരും. സോ അങ്ങനെ ഉള്ള ആളുകൾക്കൊക്കെ ഇത് കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു ഐ സൈറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ ഐ റിലേറ്റ് ചെയ്ത ഇഷ്യൂസ് ഉള്ളവർക്ക്, ഇയേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ കുറവ് വരുത്തും എന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ വരുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിലേക്ക് നല്ല രീതിയിൽ ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഹാർട്ട് കുറച്ചും കൂടെ ഹെൽത്തി ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എസ്പെഷ്യലി ലേഡീസിനാണെങ്കിൽ ഈ സർവാംഗാസനം ചെയ്യുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ആസനാസ് ആണ്. അത് മാത്രമല്ല മെൻസ്ട്രൽ സൈക്കിൾ റിലേറ്റ് ചെയ്ത് വരുന്ന ഇഷ്യൂസ്, PCOD, PCOS പോലെയുള്ള ഇഷ്യൂസിനൊക്കെ ഭയങ്കര രീതിയിലുള്ള റിഡക്ഷൻസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റെഗുലർ ബേസിൽ ഇത് ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ വെരിക്കോസ് വെയിൻ്റെ ഇഷ്യൂസ് ഉള്ള ആൾക്കാർ, കാരണം നമ്മുടെ കാലിന് അത്ര അധികം സ്ട്രെച്ചിങ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക്, കിഡ്നി ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക്, ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് ഒക്കെ തന്നെ വളരെ രീതിയിൽ ക്യൂർ ചെയ്തെടുക്കാനായിട്ട് ഈ സർവാംഗാസന ഹെൽപ്പ് ചെയ്യും. സത്യം പറഞ്ഞാൽ മൊത്തം നമ്മുടെ ഹോൾ ബോഡീനെ ഉള്ള ഒരുപാട് ഇഷ്യൂസ് കുറയ്ക്കാനായിട്ട് സർവാംഗാസന ഹെൽപ്പ് ചെയ്യും. ഞാൻ കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും മിസ്സായി പോയിട്ടുണ്ടാവും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പിന്നെ ചിലർക്ക് ഈ പ്രിമച്ചുറായിട്ട് ഹെയർ എന്താ പറയുക ഗ്രേയിങ് ഒക്കെ വരുന്നുണ്ടാവും, കളർ ചേഞ്ചസ് ഒക്കെ. അപ്പോൾ ഹെയർ റിലേറ്റ് ചെയ്ത ഇഷ്യൂസിനാണെങ്കിൽ, അതുപോലെ തന്നെ ഫേസിലെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ സ്കിന്നിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് വഴി ഫേസിലേക്കുമുള്ള ബ്ലഡ് സർക്കുലേഷൻ വരും. കാരണം ഫുൾ വെയിറ്റ് വരുന്നത് ഈ പറയുന്ന ഈ ഒരു ഭാഗത്തേക്കാണ്. അപ്പോൾ നമ്മുടെ ഫേസിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ അതിന് അറിയാലോ ഓട്ടോമാറ്റിക്കലി ഫേസിലുള്ള റിങ്കിൾസ് ആണെങ്കിലും അതുപോലെ തന്നെ മൊത്തം ഈ ഷ്രിങ്ക്നെസ് ഒക്കെ ഉണ്ടാവില്ലേ ഫേസിൽ, അങ്ങനെ മുഖത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം മാറ്റി ഫേസ് നല്ല ഗ്ലോ ആയി വെക്കാനും എന്താ പറയുക യങ് ആക്കി വെക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സർവാംഗാസന എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിന്. അപ്പോൾ കുറച്ച് ഒരു ബുദ്ധിമുട്ടാണ് എങ്കിൽ കൂടെ നമ്മളൊരു റെഗുലർ പ്രാക്ടീസിൻ്റെ ബേസിൽ ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ചെയ്ത് തുടങ്ങി കഴിഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കീപ്പ് ഓൺ നമ്മൾ ട്രൈ ചെയ്യും. അപ്പോൾ എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ അത് മാത്രമല്ല നിങ്ങൾ അറിയുന്ന ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും സജസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇങ്ങനെയുള്ള ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ യോഗ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. ഞാൻ ഇതിൽ യോഗ എല്ലാ കാര്യങ്ങളും അറിയില്ല, ഞാൻ കുറച്ച് നാൾ മാത്രമേ യോഗ പഠിച്ചിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു പ്രാക്ടീസ് കുറവുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആഫ്റ്റർ ഡെലിവറി ഞാൻ അധികം നാൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ എങ്കിൽ കൂടെ അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പഴയ ആൾക്കാർ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അത് മാത്രമല്ല ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഓൾ എന്ന ഓപ്ഷനിൽ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായിട്ട് കാണും വരയ്ക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, കീപ് വാച്ചിങ്.